അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിർസത്തോ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ വഹാബി ഒരു വീഡിയോ ഇറക്കിയത. ആ വീഡിയോ നോക്കുമ്പോൾ നല്ല കോമഡി ഉണ്ട് വീഡിയോ. അയാൾ ചൊല്ലുടെ ನಾನು ಮುಂಡದ ದೆಚ್ಚಿನ್ನ ಬ್ಯಾಂಡ್ ಮುಂಡ ದೆಚ್ಚಿನ್ನ ಇಯಾಳು ಪಿನ್ನೆ ಬಂತು നോക്കോറ് നിങ്ങൾ. ചെമ്മ ആ വിഷയത്തിക്ക് നാണ് ഇനി തർക്കത്തിക്ക് പോകേണ്ട വേണ്ട ചൊന്തു തെല്ലു കൊറേ നാൾ മുണ്ട തെച്ചു തിന്നെ അയങ്ങും പിന്നും ഇയാള് ബന്ത് ഇയാളട്ട് എന്തൊരു വ്യക്തിപരമായിട്ട് ഒരു അർത്ഥം നമുക്കില്ല. ഇയാൾ എന്തൊക്കെ ആശയ ഗൊന്തില്ലാതെ സുന്നത്ത് ജമാഅത്തെ വിഷയത്തിൽ എന്തൊക്കെ ബന്ധമുണ്ടേ എന്നങ്ങ് ബടായി വിട്ടിട്ട് പോയെങ്കിൽ ഞങ്ങൾ മുണ്ടാതേക്കോന്നാ ഇപ്പൊ ചൊല്ലുற ഇയാള് നാ ബാൻഡാണ് മുണ്ടാതെ ദയിച്ചിട്ടുള്ള ഇയാൾ പിന്നെ വന്ന് അതെ നിങ്ങൾ മുണ്ടാതെ ദയിക്കരുത് തന്നെ നല്ലതല്ലേ. നിങ്ങളെ പരിഹസിക്കറല്ല, ഗൊന്തില്ലാണ്ട് നിങ്ങൾക്ക് ഗൊന്തുണ്ട്. പിന്നെ എന്തിനാ വെറുതെ നിങ്ങൾ ഇൽമു ചൊല്ലുക പണ്ടേ നിങ്ങൾക്ക് ചൊല്ല എന്നങ്ങ് നിങ്ങൾക്ക് ഇഷ്ടം വന്ന എന്തെങ്കിലും ഒരു കഥയോ കാവാനമ്മ ചൊല്ല. നിങ്ങൾ ദീനി ചൊല്ലുമ്പോ ഇമാമിങ്ങ എന്തിനു ചൊന്നതാണ്, ഇമാമിങ്ങ എന്തിനു പരിപാടിയാണ്, അതല്ലേ സുഹൃത്തെ നിങ്ങൾ ചൊല്ലണ്ടേ. അത് തപ്പ് ഓതുറാറ്, തപ്പ് വായിക്കറാറ്. ഞങ്ങൾ അതിനെ തിരിച്ച് ഗണ്ണന ആക്കുമ്പോ നിങ്ങക്ക് ബേജാറാവൂടെ? നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് ബേജാറായിട്ട് പിന്നെ എന്താക്കുക, ചൊല്ലാതെ കൊണ്ടില്ലല്ലേ. ആ എങ്ങും പാപ്പ ലേറ്റായിട്ട് ಬಂದಪ್ಪೋ ವಹಾಬಿ ರಂಗ ಬೇರ್ಚರ ರಶೀದ್ ಸಕಾಫಿರೋ മുഞ്ഞാനത്തെ ആ ഒരു മറുപടിക്കല സൂപ്പർ ഗണ്ണന പ്രസംഗം ആയിട്ടിക്കു, അങ്ങനെ ആയിട്ടിക്കു, ഇങ്ങനെ ആയിട്ടിക്കു കൊണ്ട് പാപ്പ പേർച്ചാറ് ആർക്ക് എന്ത് പേരിക്കല്ലേ. മാത്രമ ഇയാൾ ഫസ്റ്റ് ചൊല്ലുടെ എന്തിനുണ്ട് ನಾ കുറച്ച് ബിസി ಅಂತ ട്രാവൽ നിന്ന് ആಯ್ತು അൽഹംദുലില്ലാ സന്തോഷം നോക്കോ നിങ്ങൾ. പേഴ്സണലി ചൊമ്മ ബിസിയായ സബലും ചൊമ്മ അപ്പറിപ്പറ ട്രാവൽ ആക്കുക സബലു ഇങ്ങനെ ഒരു വീഡിയോలు പറകു ചൊമ്മ ലേറ്റായി പോയിട്ട് ആಯ್ತು സന്തോഷം. നിങ്ങൾ ട്രാവൽ ആക്കോറു, അത് നല്ലത്. അതൊന്നും ഞങ്ങൾ വേണ്ട ചൊല്ലൂല്ലേ, നിങ്ങൾ അതന്നെ ആക്കോറു. അപ്പോ ഉത്തരം എന്തര നാനും നോക്കിയ വീഡിയോ എന്തെങ്കിലും ഉത്തരം ഉണ്ടാണ്ട് എന്തിനാ ഉത്തര വൽ അവ്വലു ഹുൽ മുതബാദിറു വഇൻ കാന ഹുൽ മുതബാദിറ എന്തായിട്ട് ഉത്തര. ഇത് രണ്ടും ഗണ്ണിച്ചിട്ട് അങ്ങനല്ല ഇങ്ങനുണ്ട്, ആ കിതാബിൽ ഇങ്ങനുണ്ട്, ഈ കിതാബിൽ ഇങ്ങനുണ്ട്, അങ്ങനെ എന്ത് പേരിക്കണ്ട ഭാവ, അങ്ങനെ എന്തോ അല്ല ഉത്തര. നിങ്ങൾ ഉത്തരം നോക്കൽ പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയുന്ന പോലെ വിട്ലത്തോ അബ്ദുൾ റഷീദ് സക്കാഫിറൊട്ടിಗೆ കൊറിയൻ ആൽബങ്ങളു ഒരു ഡിസ്കഷൻ ആക്കി ഇന്ന മുത്തബാദിറിന്റെ വിഷയത്തിക്ക് ಬಂತು. ಅದೆಲ್ಲ ഞങ്ങളുടെ മെയിൻ വിഷയമേ അല്ല. അയാൾ ലാസ്റ്റിಗೆ എന്ത് ചൊന്നി വൈൻകാന ഹുവൽ മുത്തബാദിറു ಬೇರೆ വല്ലവ്വൽ ഹുവൽ മുത്തബാദിറു ಬೇರೆ ഉണ്ട്. അതിലെ സെന്റൻസ് ಬೇರೆ ಬೇರೆ ഇട്ടിക്കു, മാത്രം മുത്തബാദിറിന്റെ അർത്ഥം ചേഞ്ച് ആവിട, അത് ചേഞ്ച് ആവില്ല. പാപ്പ ഒരു മാറ്ററും ഇല്ല ഇയാൾ ബേജാറാവുണ്ട്, ഒരു മാറ്ററും ഇല്ല. സെന്റൻസ് തപ്പിയെങ്കും അപ്പറിപ്പറായെങ്കും മുത്തബാദിർ അർത്ഥ അതന്നല്ലേ ഉണ്ട് ചർച്ച. അതാ മുത്തബാദിർ ചൊന്നങ്ങ് അങ്ങനത്തെ അർത്ഥം ഇല്ലാണ്ട് ഞങ്ങളെ വിഷയ എന്തിനാണ്ട് നിങ്ങക്കേ ഗൊന്താവുള്ളേ വഹാബി എന്തൊക്കെ വരുത്. ഇയാള് ഒരു മാറ്ററും കിട്ടാത്തപ്പോ അതൊത്ത അത്ര വേറൊന്നില്ല, ഒരു മാറ്ററും കിട്ടാത്തപ്പോ ഇയാൾ ചൊല്ലുടെ കമന്റിൽ ആരോ എതിരലോ തോക്കിയ ഉസ്താദിരൊട്ടുകു പിന്നെ താണ്ടോക്ക് ബണ്ടാറാണ്ട് അതൊക്കെ ഇയാള് കണ്ടുപിടുത്തോ കണ്ട. റഷീദ് സക്കാഫിയുടെ ഇങ്ങളെ ആൾക്കാർ എന്നെ പ്രമാണം ഇല്ലാണ്ട് ഉറപ്പിച്ചാറ് നോക്കൂ നിങ്ങൾ. ഇയാളുടെ അവസ്ഥ സാധാരണ സുന്നി ആൾമാർക്ക് മനസ്സിലായിട്ട് ഇയാളുടെ കയ്യിൽ എന്തും ഇല്ല, ഇയാളുടെ കയ്യിൽ പ്രമാണം ഇല്ല, ഇയാൾ എന്തും ആവാല ചൊന്തു സാധാരണ സുന്നിമാർക്ക് പിടിയിട്ട്. അങ്ങനെ രണ്ട് വീഡിയോരെ കമന്റ് ബോക്സിൽ ഒരാൾ കമന്റ് എഴുതിയിരിക്കും. ആ കമന്റ് നിങ്ങൾ നോക്കൂ ഇയാളുടെ എന്തൊരു ദമ്മിന്നെങ്കിൽ നീನು തോക്കിയ ഉസ്താദരൊട്ടിಗೆ താണ്ടോബാ, എങ്ങനെ ദമ്മിന്നെങ്കിൽ നീನು തോക്കിയ ഉസ്താദരൊട്ടിಗೆ താണ്ടോബാ. അപ്പൊ നോക്കൂ ഇങ്ങളെ ആൾമാർക്ക് പിടിയിട്ട് ഈ അബ്ദുൾ റഷീദ് സക്കാഫിനൊട്ടിಗೆ എന്തും ഇല്ല. പാപ്പ ഇക്കട്ട് മാറ്റർ ഇല്ലാണ്ട് എല്ലാവർക്കും ഗൊന്താവുട്. പിന്നെ പിന്നെ മയത്ര കുത്ര സമല്ല. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്ത്, വിഷയവുമായി കറക്റ്റ് നിങ്ങൾ പഠിക്കുന്നു, അത് മാത്രം ഞങ്ങളെ താല്പര്യം. ശരിക്കും പഠിക്കോറു. പഠിച്ചെങ്ക
അൽഹംദുലില്ലാ നിങ്ങൾ സുന്നത്ത് ജമാഅത്തേക്ക് നിങ്ങൾ മടങ്ങി വരുവാറ്. നിങ്ങൾ പഠിക്കണം, ദീന് പഠിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ಗೊತ್ತುണ്ട് നബിദിനാഘോഷത്തെ ഇതേ ചങ്ങായി കൃഷ്ണ ജയന്തി പിന്നെന്തര അഷ്ടമിനൊട്ടുകു കമ്പയർ ആക്കിയപ്പോൾ ശക്തമായിട്ട് ನಾನು വീഡിയോ ഇറക്കിയത്. ಅದು ಎಲ್ಲ ಚೊಲ್ಡು ಕಿತಾಬ್ ಚೊಂದು ಇಯಾಲ್ ಚೊಲ್ಡು ನೋಕೋರು ജന്മാഷ്ടമിക്ക് കമ്പയർ ആക്കിയ ചൊന്താക്കിട്ട് ഇയാൾ എന്താ കൊറിയ കിതാബല്ല ഓതുರು അങ്ങനെ കമ്പയർ ആക്കൂ തീರಾ അത് സമല്ലാಂಟಲ್ಲ ചൊന്തു ഇയാൾ എന്താ കൊറിയ കിതാബല്ല ഓതുರು. അപ്പൊ കിതാബ് ഓതിയെ ഏത് കിതാബ് ഓതിയ ഒന്നുണ്ട? ഒന്ന് ഹിജ്റ 894 വഫാത്തായ. എത്ര വർഷമായിട്ട് നിങ്ങനെ കണക്കാക്കാറോ? കഴിഞ്ഞ വീടില്ല ഞാൻ ചൊന്നുറ ഇന്നലെ വഫാത്തായ പണ്ടല്ല അബുർ റസാ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ മുഹിബ്ബീൻ ചൊല്ലുന്ന കിതാബ് ഒന്ന്. രണ്ടാമത്തത് നന്റെ കയ്യിലുള്ള അൽ മിയാറുൽ മുറിബ് അല്ലാമ വൻസരീസി. എത്ര വലിയ പണ്ഡിതൻ, ചെറിയ പണ്ഡിതനാ. വായിച്ചിരെ ലൗ ഹവറ സ്വീബവൈഹി ഇമാം വാട ഇപ്പ ബന്നിട്ടുണ്ടെങ്കുണ്ടല്ലേ ഇപ്പം ഇട്ട് സ്വീബ ഇമാം ബന്നെങ്കിൽ ഈ വൻസൊറേസ് ഇമാമിനെ അടുത്തായിട്ട് നഹു പഠിക്കുന്നുണ്ട്. അപ്പൊ എത്ര വലിയ പണ്ഡിതായിട്ട് ഈ വൻസൊറേസ് വഫാത്തായിട്ട് 914. എത്ര വർഷമാവും? നിങ്ങൾ ഒന്ന് ആലോചന ആക്കറു, ജസ്റ്റ് ആലോചന ആക്കറു. ആ രണ്ട് കിതാബ് പ്രഗൽബ് ഇമാമിങ്ങളെ കിതാബ്, ആ കിതാബിൽ ചൊല്ല് വമുഖാറനതു ദാലിക. ദാ ഇങ്ങനെ ക്രിസ്മസിനോടും അതേപോലെ ക്രിസ്തു ജയന്തി, വിഷ്ണു ജയന്തി പോലത്തെ മറ്റു സമുദായത്തിലുള്ള ഈ ആഘോഷത്തോട് കമ്പയർ ആക്കുന്നുണ്ടല്ലേ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇയാൾക്ക് തുടങ്ങാവൂട, അങ്ങനെ കിതാബുൽ ഇല്ല ചൊല്ലുകാവൂട, ഇമാമിങ്ങാണ് ചൊന്നിട്ടുള്ള ചൊല്ലുകാവൂട, റഷീദ് സക്കാഫി കളവ് ചൊന്ന ചൊല്ലുകാവൂട. കുടുങ്ങിയപ്പോ ഇയാളെ മറുപടി ഉണ്ട്. എന്തൊരു മറുപടി? ആയിട്ട് ನಾನು ಕಂಪೇರ್ ആക്കില്ല. ഇസ്ലാമിലുണ്ടാ നബിദിനാഘോഷം? അങ്ങനെ ഓരോന്ന് പഠിക്കുക. പരിശുദ്ധമായ ഖുർആൻ എടുത്തു ചൊല്ലു. കുൽ തങ്ങൾ പറയണം ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫള് കൊണ്ട്, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫൽയഫ്റഹു മുഅ്മിനീങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പരിശുദ്ധമായ ഖുർആൻ. അപ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കമ്പയർ ആക്കുക തീരാ ചൊല്ലുടെ നാനല്ല. ഹിജ്റ 894 വഫാത്തായ അബൂർ റസാ റളിയല്ലാഹു അൻഹു, ഹിജ്റ 914 വഫാത്തായ വൻസൊറീസ് ഇമാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശരിക്കും ചൊന്നുറ. പിന്നെ എന്ത് ഇനിയും ബുദ്ധി വരാത്ത മർക്കട മുഷ്ടിയായിട്ടിക്കിട്. ഓ പ്രിയപ്പെട്ട വഹാബി, യാ ഹബീബി, ഇനിയും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തഹക്കീക്കില്ലെങ്കിൽ എന്തിനാ നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ആരല്ല മുബത്തതി ആക്കേണ്ടി വരുന്നുണ്ട? ഈ വൻസരീസ് ഇമാം മുബത്തതി ചൊല്ലോറ്. നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം അബൂർ റസാ മുബത്തതി ചൊല്ലോറ്, സുയൂത്തി ഇമാം മുബത്തതി ചൊല്ലോറ്, ഇമാം ഇബ്നു ഹജർ അസ്കലാനി മുബത്തതി ചൊല്ലോറ്, ഇമാം ഖസ്തല്ലാനി മുബത്തതി ചൊല്ലോറ്, ഇബ്നു ദിമസ്കി മുബത്തതി ചൊല്ലോറ്, ഇമാം ജസരി മുബത്തതി ചൊല്ലോറ്. ഇങ്ങനെ പോയെങ്കിൽ എത്ര മുബത്തതിയാവും? ഇമാമിങ്ങ മുഴുവനും ഇവരൊക്കെ സപ്പോർട്ടല്ലേ നബിദിനാഘോഷത്തിന്? പിന്നെ എന്തിനാ സലഫി? പിന്നെ എന്തിനാ വഹാബി? നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ബേജാറാവിടൂ. എങ്ങനെ അയാള് എന്താക്കിത്ത് ഞങ്ങൾ ഉണ്ടാതേറ്റും പിന്നെ പണ്ട് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ആക്കും വരാതെ കൊണ്ടുണ്ടാ. എനിയായെങ്കിൽ അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.